വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ന്യൂസ് റൂം ലൈവിൽ ചർച്ച ചെയ്യുന്നത്. കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നാണ് സൂചന. 400 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്ത് 400-ലധികം സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയുടെ ഭാഗമായി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഈ കുടിശ്ശിക മാസങ്ങളായി മുടങ്ങിയതോടെ 150-ലധികം ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറി. 400 കോടിയോളമാണ് കിട്ടാനുള്ളതെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ അവകാശപ്പെടുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ പദ്ധതി ഇല്ലാതെയാകും. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെയധികം പരാജയപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ താല്പര്യമില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിന്റെ പല പ്രവണതയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ 411ഓളം സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ എൻപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വളരെ മോശപ്പെട്ട അവസ്ഥ വന്നതിന് ശേഷം ഒരു 100-150 ആശുപത്രികൾ സ്വമേധയാ ഇതിൽ നിന്ന് പിന്മാറി വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 കോടി രൂപയോളം ഈ പദ്ധതിയിൽ ചികിത്സ കൊടുത്ത വകയിൽ കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. പല സമയത്തും ഇത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കുടിശ്ശിക തന്നു തീർക്കാം എന്നാണ് പറഞ്ഞത്. സർക്കാരിനെ സംബന്ധിച്ചോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കാത്ത തരത്തിലേക്ക് കേരളത്തിലെ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോവേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടിയിലധികം രൂപ ലഭിക്കേണ്ട ആശുപത്രികൾ പട്ടികയിലുണ്ട്. സർക്കാരിൽ നിന്നും കുടിശ്ശിക കിട്ടാതായതോടെ ഇടത്തരം ആശുപത്രികളാണ് പ്രതിസന്ധിയിലായത് എന്ന് മാനേജ്മെന്റുകൾ പറയും. കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബന്ധപ്പെട്ട ഏജൻസിയുമായി കേരള ഹെൽത്ത് ഏജൻസിയുമായി ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ കരാർ പ്രകാരം ഒരു രോഗിയെ പരിശോധിച്ച് അയാൾക്ക് വേണ്ട ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെന്റ് നൽകണം എന്നാണ് വ്യവസ്ഥ. ഇത് 15 അല്ല 30 അല്ല 3-4 മാസമായിട്ട് പണങ്ങൾ ലഭിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ച് തന്നെ 2.5 കോടി രൂപയോളാണ് കുടിശ്ശിക വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ഇത് ഗൗരവമായി ബാധിക്കാണ്. ഡോക്ടർമാർക്ക് ശമ്പളം നൽകണം, ജീവനക്കാർക്ക് ശമ്പളം നൽകണം, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ഉൾപ്പെടെ ദൈനംദിന കാര്യങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 2.5 കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകളനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെ ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BPL കുടുംബങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് പദ്ധതി വിജയകരമായി തുടരുമ്പോൾ ഇവിടെ പട്ടികയിൽ അധികം ആളുകളെ ഉൾപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. ആയുഷ്മാൻ ഭാരതിന്റെ ഒരു രൂപമാണ് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ BPL ഫാമിലിയിൽപ്പെട്ട ഗുണഭോക്താക്കൾ മാത്രമേ അതിലുള്ളൂ. അതിൽ ഏകദേശം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമുള്ള രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2022 റിവൈസ്ഡ് സ്കീം വന്നെങ്കിലും 2020 സ്കീമാണ് ഇപ്പോഴും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാക്കി മാറ്റിയ സമയത്ത് എല്ലാ പദ്ധതികളും, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഈ സ്കീമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഏകദേശം 44 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇതിലേക്ക് വരികയും ചെയ്തു. BPL ഫാമിലി മാത്രമല്ലാതെ തൊഴിൽ മേഖലയിലും മറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇതിലേക്ക് ചേർത്ത് 44 ലക്ഷത്തോളം ഫാമിലികൾ ഈ സ്കീമിൽ സ്കീമിൽ ചേർക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ സ്കീം ഇതുപോലെ വയബിൾ അല്ലാത്ത രീതിയിൽ മാറിയത്.
2022 പുനർനിശ്ചയിച്ചെങ്കിലും 2020 അതേ നിരക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾക്ക് പണം നൽകുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നും ഇതും പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടും. രണ്ട് കാരണങ്ങൾ നമുക്ക് ഇതിൽ പ്രതിപാദിക്കാൻ സാധിക്കും. ഒന്ന്, ഇതിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലും അനർഹരുടെ കൈകളിലും ഒരുപാട് കാരുണ്യ കാർഡ് ഉണ്ട്. ശരിക്കും അത് ഒരു ഫിൽട്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്, ഇത് 2010 മുമ്പുള്ള ഒരു പാക്കേജ് റേറ്റ് ആണ്. ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാ ഒരു പ്രസവത്തിന് നോർമൽ ഡെലിവറിക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ മരുന്നും ഡോക്ടേഴ്സ് ചാർജും വാർഡ് സൗകര്യവും ഒക്കെ ഉൾപ്പെടെ പ്രായോഗികമായിട്ട് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടല്ല. ഇടത്തരം ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് 12,000 മുതൽ 14,000 രൂപ വരെ ചെലവ് വരുന്നത് 7,000 രൂപ. അങ്ങനെ ഓരോ ചെലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെൻറ്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. ഒന്ന്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രം കാരുണ്യ കാർഡ് എത്തിക്കുകയും രണ്ട്, ഇതിൻ്റെ റേറ്റ് കാലോചിതമായി പരിഷ്കരിക്കുക. ഇത് രണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതി വളരെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിഥികൾ നമ്മൾക്കൊപ്പം ചേരും. അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ വിശദാംശങ്ങളുമായി CV അനുമോദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനുമോദ്, വളരെ ഗൗരവമുള്ളൊരു വാർത്ത. കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കുടുംബങ്ങളെ അത് ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ? അശ്വതി, കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച ഒരു ആരോഗ്യക്ഷേമ അന്തരീക്ഷം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ ആശുപത്രികളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്, കുറ്റമറ്റതാണ്. അതിനെല്ലാം അപ്പുറത്താണ് സർക്കാരിൻ്റെ ഈ കാരുണ്യ പദ്ധതി കാരണം എണ്ണമറ്റ ഏകദേശം 44 ലക്ഷത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, സർക്കാരിൻ്റെ സഹായമുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു വളരെ മികച്ച പദ്ധതിയാണ് കാരുണ്യ. അതിലൂടെ ഉണ്ടാകുന്ന മെച്ചം, അതായത് ഒരു ഹൃദ്രോഗികൾക്കാണെങ്കിൽ 1 ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ചികിത്സ പോലും ഇതിലൂടെ സൗജന്യമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്രമാത്രം ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ. ഈ പദ്ധതിയാണ് ഇപ്പോൾ താളം തെറ്റുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സർക്കാരിനും ഈ ഒരു പദ്ധതിയിലേക്ക് നീക്കിവെക്കാൻ ഫണ്ടില്ലാത്ത ഒരവസ്ഥ. നേരത്തെ നമ്മൾ ആശുപത്രി മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാരുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കുടിശ്ശിക കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒരു 20 ലക്ഷം മുതൽ 20 കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആശുപത്രികളുണ്ട്. അവർക്കൊക്കെ ഇതിന് നടത്തിപ്പ് കൊണ്ടുപോവുക എന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാര്യം. കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായ രീതിയിൽ ഒരു നിലപാട് അവരെടുക്കുകയും നവംബർ മുതൽ കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ നൽകാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുകയും നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം സർക്കാർ 100 കോടി രൂപ ഇതിലേക്ക് അനുവദിച്ചു. പക്ഷേ ആ ഒരു 100 കോടി ഈ കുടിശ്ശിക മറികടക്കാൻ, അല്ലെങ്കിൽ കുടിശ്ശിക പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് പറയുന്നു. അതിൽ തന്നെ 76 കോടിയോളം ഈ എക്യുപ്മെൻറ്റ്സ്, ആശുപത്രിയിലെ സൗജന്യ ചികിത്സയ്ക്കായി വാങ്ങിച്ച എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ച വകയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ കുടിശ്ശിക ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇത്തരത്തിൽ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് മാർച്ചോടെ ഇതിൽ നിന്നും കൂടുതൽ ആശുപത്രികൾ പിന്മാറാനുള്ളൊരു സാധ്യത കാണുന്നത്. 411 ഹോസ്പിറ്റൽ ഉണ്ടായ സ്ഥാനത്ത് നിന്ന് അതിലിപ്പോൾ 150ഓളം ആശുപത്രികൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു എന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഇതേ നിലയിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടുതൽ ആശുപത്രികൾ പിന്മാറും. ഒടുവിൽ സർക്കാർ ആശുപത്രികൾ മാത്രമായിരിക്കും ഈ ഒരു പദ്ധതി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ്. സർക്കാർ ഒരു സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ മാതൃകാപരമായൊരു പദ്ധതി ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണം നിലയ്ക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒന്നാണ്. ഇതിൽ ബന്ധപ്പെട്ട് നമ്മൾ സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ ഫണ്ട് ഒറ്റയടിക്ക് നൽകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല എന്ന് അവർ തന്നെ പറയുന്നു.
പക്ഷേ ഈ മാർച്ചോടെ കുറച്ചെങ്കിലും ഫണ്ട് നൽകി ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആശുപത്രി മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാനുള്ളത് കോടികളാണ്, അവരുടെ നടത്തിപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അനുമോദ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ അത്രത്തോളം മികച്ച പദ്ധതികൾ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്ക് നിരവധി പുരസ്കാരങ്ങളടക്കം ഈ രംഗത്ത് ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് രോഗികളെ ബാധിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ 400 കോടിയോളമാണ് കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ ഒരു സമയത്ത് ഇത് നിർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ 100 കോടിയാണ് അനുവദിച്ചതെന്ന് പറയുന്നു. അത് എങ്ങും എത്തുന്നില്ല എന്നുള്ളത് വ്യക്തമാണല്ലേ അവരുടെ വാക്കുകളിൽ നിന്ന്? തീർച്ചയായും ഈ ഒരു 400 കോടി എന്നുള്ളത് ഇതിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ പലർക്കായിട്ടുള്ള തുകയാണ്, വലിയൊരു തുകയാണ്. അത് ദിനം പ്രതി കൂടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഓരോ ദിവസവും കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഓരോ ദിവസവും ഇതിൻ്റെ തുക കൂടി വരും. ഈ ഒരു തുക വലിയ ഒരു സംഖ്യയിലേക്ക് എത്തിക്കുമ്പോൾ 100 കോടിയൊന്നും പര്യാപ്തമാകുന്നില്ല എന്നതാണ് നിലവിലെ ഒരു അവസ്ഥ. മാത്രമല്ല ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്റ്റെൻഡ് പോലെയുള്ള വിലയേറിയ ഉപകരണങ്ങൾ അതെല്ലാം തന്നെ സൗജന്യ നിരക്കിലാണ് ഈ ഒരു കാരുണ്യ പദ്ധതി നൽകുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫണ്ട് നൽകാനുണ്ട്. അപ്പോൾ ഈ നേരത്തെ നൽകിയ 100 കോടിയിൽ നിന്നും അത്തരം ഉപകരണങ്ങൾ നൽകിയവർക്ക് ഒരു വലിയ സംഖ്യ മാറ്റിവെച്ചപ്പോൾ ആശുപത്രി മാനേജ്മെൻറ്റുകൾക്ക് കിട്ടാനുള്ള തുക വളരെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഇവർക്ക് പറയാനുണ്ടാകാം. പക്ഷേ അവിടെയും ഒരു നമ്മളെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ ചികിത്സയുടെ ഒരു വലിയ ഭീമമായ സംഖ്യ താങ്ങണമെന്നില്ല. അപ്പോൾ BPL കുടുംബങ്ങൾക്ക് മാത്രമായിട്ട് ഈ കാരുണ്യ പദ്ധതി പരിമിതപ്പെടുത്തുക എന്നുള്ളത് സാമൂഹ്യനീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കണമെങ്കിൽ അത്തരത്തിലുള്ള സമീപനം വേണം. അവിടെ ഒരു സാമൂഹ്യനീതി എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു ചോദ്യം വരുന്നത് അവർക്കെങ്കിലും കിട്ടണ്ടേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിഥികളിലേക്ക് പോകേണ്ട സമയമായി. നമുക്കൊപ്പം ഡോക്ടർ ഹമീദ് ഫസൽ, ഹുസൈൻ കോയ തങ്ങൾ, ഒപ്പം നിയാസ് മുഹമ്മദ് എന്നിവർ ചേരുകയാണ് തത്സമയം. എല്ലാ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടർ ഹമീദ് ഫസലിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഹമീദ് ഫസൽ, വലിയൊരു ഗുരുതര പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്. ഇത് നിർത്തലാകും, ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്നത് നിരവധി കുടുംബങ്ങളെയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ അത് സഹായകമാകുന്നവരെ അത് ബാധിക്കുമെന്നുള്ളതാണ്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് വലിയൊരു ആശങ്കയാണ്. ഞാൻ അന്നും നമ്മൾ ഇതേപോലെ ന്യൂസ് 18 പല ചാനലിലും ഒക്ടോബർ 5 പറഞ്ഞൊരു കാര്യമാണ്. ഇത് അവസാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നാട്ടുകാരെ തന്നെയാണ്. ഹോസ്പിറ്റൽസിന് ഓഫ്കോഴ്സ് നമ്മളൊരു മീഡിയം മാത്രമാണ്, നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മീഡിയം മാത്രമാണ്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അന്ന് പഴയ ഇന്റർവ്യൂ നമുക്ക് പരിശോധിച്ചറിയാം, നാട്ടുകാരാണ് ഗവൺമെന്റിനോട് പറയുന്നത് ഈ ഹോസ്പിറ്റൽസിനുള്ള ഇത് കൊടുത്തിരിക്കണം, കരിച്ചില്ലെങ്കിൽ അത്രയും പ്രതിസന്ധി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡ് കാലശേഷം പലവരും ബിസിനസ്സും തകർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പണ്ടത്തെ മീഡിയം ഇൻകം എന്ന് പറഞ്ഞ ഫാമിലീസ് ഒക്കെ ഇപ്പൊ ലോ ഇൻകം കാറ്റഗറി മാറിയിട്ടുണ്ട്. അവർ നിങ്ങൾ പരിശോധിച്ച് പോകുമ്പോഴാണ് അവരെ സ്ഥിതി നമുക്ക് മനസ്സിലാൻ വരുന്നത്. പലവർക്കും സർജറീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗൾഫിലും പഴയ ജോലി ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പദ്ധതി സർക്കാർ ഒരു എന്താ പറയുക പ്ലാനിങ് ഇല്ലാതെ നിർത്തേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ വളരെ നമ്മളിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവാർഡിനും ഒരു വിലയില്ലാതെ കേരള സർക്കാർ. തീർച്ചയായും. ഡോക്ടർ ഹുസൈൻ കോയ തങ്ങൾ, താങ്കളുടെ സംസാരത്തിൽ നേരത്തെ താങ്കളുടെ ഒരു പ്രതികരണം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, സർക്കാരിന് ഇതിൽ താല്പര്യമില്ല ഈ പദ്ധതിയിലെന്ന് തോന്നുന്നു എന്നാണ്. അങ്ങനെ താങ്കൾക്ക് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? നോക്കൂ, ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് എന്നുള്ള പദ്ധതിയാണ് കേരളത്തിലെ ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ 2020 വന്ന റൈറ്റാണ് ഇന്നും കേരളത്തിൽ നിലവിലുള്ളത്. 2022 നവംബർ മുതൽ HBP 2.2 എന്നുള്ള രീതിയിൽ ചാർജ് റിവൈസ് ചെയ്തുകൊണ്ട് അതിലെ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ സ്കീം വളരെ ഭംഗിയായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കുന്നുണ്ട്. അത് 2022 ചാർജും അതുപോലെ തന്നെ ആ സ്കീമിലെ മാറ്റങ്ങളും വരുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ യാതൊരു രീതിയിലും ഗൗനിക്കാതെ വന്ന സമയത്ത് കേരള ഹൈക്കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്നും ആ കേസ് പെൻഡിങ് കിടക്കുകയാണ്. കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇത് ഞങ്ങളുടെ അപേക്ഷയിൽ തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ സർക്കാർ പറഞ്ഞത് സാമ്പത്തികമായി അതിന്റെ ഒരു അവസ്ഥയിലല്ല സർക്കാർ എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഇത് വളരെ വയബിൾ ആയി നടപ്പാക്കേണ്ട ഒരു സ്കീം
കേരളത്തിൽ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ പഴയ ഒരു സ്കീം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് പല ചികിത്സ കിട്ടുന്നതിലും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രവണതകളൊക്കെ ഇതിലുണ്ട്. എന്നാൽ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആ ചെറിയ റൈറ്റ് ആണെങ്കിൽ പോലും 2020 റൈറ്റ് ആണെങ്കിൽ പോലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 411ഓളം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇതിൽ എൻപാനൽഡ് ആണ്. എങ്കിൽ പോലും അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോട് നടപ്പാക്കുമ്പോൾ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ചികിത്സ കൊടുത്ത പണം തിരിച്ചു കൊടുക്കണമെന്ന് സർക്കാരുമായിട്ട് എഗ്രിമെന്റ് ഇരിക്കെ 4-5 മാസങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപകൾ സർക്കാരിൽ നിന്ന് കുടിശ്ശികയായി കിടക്കുമ്പോൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടാൻ കഴിയില്ല. പ്രത്യേകിച്ചും എല്ലാ ചെലവുകളും കൂടി വരികയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഫീ കൂട്ടി, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ചാർജ് വർദ്ധിപ്പിച്ചു, അതേപോലെ പലതരത്തിലും ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇതിലും ചികിത്സ കൊടുക്കും. നിങ്ങൾക്കറിയാം നഴ്സിംഗ് സാലറി ഒക്കെ ഇപ്പൊ 2ാമത് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോസ്റ്റുകളൊക്കെ കൂടി വരുമ്പോ സ്വകാര്യ ആശുപത്രികളിൽ ലോൺ എടുത്ത് നടത്തുന്ന ചെറിയ സ്ഥാപനങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പലിശ പോട്ടെ, ഇത് അതാത് സമയങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതൊരു ഭംഗിയായി നടത്താൻ കഴിയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികൾ അടച്ചിടുക എന്നുള്ളതിലുപരി ഇതിൽ നിന്ന് പിന്മാറുക എന്നാണ് പോംവഴി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, ശ്രീ നിയാസ് മുഹമ്മദ്, കൃത്യമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എടുത്തടിച്ച് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുകയല്ല ഉണ്ടായിരുന്നത്. പല മുന്നറിയിപ്പുകൾ നൽകിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എവിടെയാണ് ഇതിനൊരു പാകപ്പിഴ വന്നത്, താളം തെറ്റിയത്? എന്നോടാണോ ചോദ്യം? അതെ, ഏകദേശം ശ്രീ നിയാസ് മുഹമ്മദിനോടാണ് ചോദ്യം. സോറി, ഏകദേശം ഒരു വർഷമായിട്ട് ഇപ്പം ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞതുപോലെ 15 ദിവസത്തിനുള്ളിൽ സർക്കാർ നമുക്ക് തരാൻ ഉറപ്പ് തന്നു. പക്ഷെ 1 മാസം 1.5 മാസം ഒന്നും കുഴപ്പമില്ല. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത്രയും എന്താ പറയാ 2 മാസം 3 മാസം കൂടുമ്പം തുച്ഛമായ സംഖ്യ. ഇപ്പൊ 1 കോടി അല്ലെങ്കിൽ 10 കോടി കിട്ടുന്ന സ്ഥാപനത്തിന്റെ ആശുപത്രിക്ക് 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഇപ്പൊ കഴിഞ്ഞ 6 മാസം തീരെ ഇല്ലാത്ത സാഹചര്യമാണ്. ഇതിപ്പം ഒരു പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നാളെ ഇതുവരെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ചെറുതും വലുതുമായ പ്രൈവറ്റ് ആശുപത്രിയെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇത്രയും ഭീമമായ സംഖ്യ നമ്മൾ കുടിശ്ശിക വന്നപ്പോഴാണ് നമ്മൾ നിർത്താൻ നിർബന്ധിതരായത്. സെപ്റ്റംബർ മാസം കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പ്രതിനിധികൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ചയിൽ നിലവിലുള്ള സാഹചര്യം ഞങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ഇത്രയും പെൻഡൻസി ഉള്ള കാരണം ഞങ്ങൾ ആ പദ്ധതി പിന്മാറുക എന്ന് പറഞ്ഞു. ആ സമയം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പറഞ്ഞതെന്ന് പറഞ്ഞാല് 2 മാസം കൊണ്ട് ഈ തുക നിങ്ങൾ തന്നു തീർക്കും, ദയവായിട്ട് ഈ പദ്ധതി നിങ്ങൾ പിന്മാറരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ 4ാമത്തെ മാസം ആവാനായി. ഇവിടെ തുച്ഛമായ സംഖ്യ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പദ്ധതി പിന്മാറുക എന്നുള്ള ചിന്തയിലേക്കും തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ തീരുമാനമല്ല അതൊരിക്കലും. അതെ അതെ, അത് വ്യക്തമാണ്. ഡോക്ടർ ഹമീദ് ഫസൽ, ഇത്തരത്തിൽ ഇങ്ങനെ ഇപ്പോൾ 150-ലധികം ആശുപത്രികൾ ഇപ്പോൾ തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്നറിയുന്നു. അപ്പോൾ അത് എത്ര കുടുംബങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അത് ഒരു കടമ്പ കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ പിന്മാറാൻ നിൽക്കുന്നു. ഇത് ഇനി എവിടെയാണ്? ഈ ഫണ്ടില്ല എന്ന് അവർ പറയുന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയുന്നു. എവിടെയാണ് ഇനി? എന്താണ് ഇതിനൊരു ചികിത്സ? ഇതിനകത്ത് നേരത്തെ ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഈ സ്ഥിതിക്ക് അന്നേ നമ്മൾ MES എടുത്ത നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കോസ്റ്റ് കുറഞ്ഞ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഈ ഫാമിലീസിന് MES പോലത്തെ സംഘടനയ്ക്ക് ഇങ്ങനത്തെ ഫാമിലീസ് ഒഴിഞ്ഞുകൊണ്ട് മാറാൻ പറ്റൂല. അങ്ങനെ പദ്ധതി നമ്മൾ മാറാതിരുന്നത് തന്നെ ആദ്യം ഈ ഫസ്റ്റ് പദ്ധതി എന്ന് മാറുന്ന നോട്ടീസ് ഇട്ട MES ആണ്. പിന്നെ ആണ് ബാക്കി എല്ലാ ഹോസ്പിറ്റൽസും അവരെ ഇത് മനസ്സിലാക്കിയിട്ടാണ് നോട്ടീസ് ആയിട്ട് വന്നത്. അന്നും ഇത് HST എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി 1-2 മാസം കൊണ്ട്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞതാണ് സമയം തരാം, പക്ഷെ നിങ്ങൾ നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടൊരു എമൗണ്ടും ഒരു സമയം. നമ്മളിപ്പം ബാങ്കുകാർ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ നമ്മളിത് ചോദിക്കൂല്ലോ ഏത് ഡേറ്റിന് അടയ്ക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഡേറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. ആ ഡേറ്റിൽ ഞാൻ പറഞ്ഞ എല്ലാ മാസവും നമുക്ക് 2.5 കോടി എക്സസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് പേയ്മെന്റ് റിസീവ് നവംബറിലാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു സ്കീം ഉണ്ടാക്കി, കരുതൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ സ്കീമിനകത്ത് ഏറ്റവും കുറവ് നിരക്കിൽ നമ്മൾ നമ്മുടെ പേഷ്യൻസിന് ഓൾറെഡി കൊടുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ക്യാഷ് കാർഡ് കിട്ടാത്ത പല കുടുംബങ്ങളുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ഈ സ്കീം നമ്മൾ കൊടുത്തു തുടങ്ങി. മിക്കവാറും ഈ ഒരു പോക്ക് പോണെങ്കിൽ 2 മാസം കൊണ്ട് നമ്മളും പൂർണ്ണമായിട്ട് നിന്ന് പിന്മാറിക്കൊണ്ട് നമ്മുടെ സ്വന്തം സ്കീം നടത്തേണ്ടി വരും. കാര്യം നാട്ടുകാർ ഒഴിഞ്ഞുകൊണ്ട് ആ ഒരു പ്രവൃത്തി MES സാധിക്കത്തില്ല. പക്ഷേ സർക്കാർ ഇത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് ചർച്ച ചെയ്താൽ മാത്രം പോരെ, ഇനി ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ.
ഇനി ചർച്ചയ്ക്ക് ഇതിനകത്തൊരു പ്രാധാന്യമില്ല. കാര്യം നമ്മൾ ചർച്ചകൾ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഭാഗത്ത് പ്രവൃത്തിയാണ് വേണ്ടത്. ഒരു എക്സാക്ട് ഡേറ്റ് എമൗണ്ട് തന്നേ പറ്റത്തുള്ളൂ. അതിൽ 50%. ഇപ്പൊ NES-ലാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ തരാനുള്ളത് എനിക്ക് തോന്നുന്നു 21 കോടി. നേരത്തെ പറഞ്ഞ നിങ്ങൾ ചർച്ചയുടെ 21 കോടി NES-ആണ് തരാനുള്ളത്. 18 കോടി അപ്രൂവ് ചെയ്ത് വെച്ച എമൗണ്ട് ആണ്. അതിൽ 50% തരാതെ ഇനി ഒരു ആശുപത്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിലവർദ്ധനത്തിന്റെ കാര്യം പറഞ്ഞു തങ്ങൾ. അതിലൊരു വലിയൊരു കാരണമുണ്ട്. കോവിഡിന് ശേഷം അല്ലാതെ കാര്യങ്ങൾ വില പറയും. ഇപ്പൊ ഇസ്രായേൽ വോർ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം പുറത്തു വരുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം AMCക്കും പാർട്സ് വിളിച്ചത്. അപ്പൊ അതിനൊന്നും ഗവൺമെന്റിന് ഒരു കൺട്രോളും വെക്കാൻ പറ്റൂല. നമ്മളോട് അതിനുവേണ്ടി ഒരു രീതിയിൽ സഹായിക്കത്തുമില്ല. അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഫീസോ അഡ്മിനിസ്ട്രേറ്റീവ് എന്തെങ്കിലും കുറച്ച് തരും, അതൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇത് സ്കീം എന്ന് പറഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ മാറിയിട്ട് വെറും ടേക്ക് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചർച്ച വരുമ്പോൾ ഡോക്ടർ ഹമീദ് ഫസൽ, ഈ ചർച്ച വരുമ്പോൾ എന്താണ് അതിൽ ഏറ്റവും പ്രധാനമായി ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഫണ്ടില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് സമയം തരണം, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? കുറച്ച് ആളുകളെ ഇതിൽ നിന്ന് കുറയ്ക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും അവർ പറയാറുണ്ടോ? അവര് ഒരു രീതിയിലും ഇപ്പൊ കുറച്ച് ആൾക്കാരെ കുറയ്ക്കാൻ എനിക്കൊന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിട്ട് എനിക്കൊന്ന് ഗവൺമെന്റിന് മാത്രമേ അങ്ങ് തീരുമാനം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്ര ആൾക്കാരെ കുറയ്ക്കാൻ അതും എന്റെ അഭിപ്രായത്തിൽ ശരിയായ നിലപാടല്ല. കാര്യം ഞാൻ പറഞ്ഞ പലപ്പോഴും ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് മിഡിൽ ക്ലാസ് ഇൻകം ആയിരിക്കില്ല ഇപ്പം പഴയ പോലെ തന്നെ, അവർ ചിലപ്പോൾ ലോ ഇൻകം കാറ്റഗറിയിൽ മാറിക്കാണും. അപ്പൊ ശരി, ഇതിൽ വേറെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികൾക്ക് ഓൾറെഡി അവർ തന്നെ സാലറി കൊടുക്കുന്നതാണ്. അവിടെയാണ് ആദ്യം ഫണ്ട് എത്തുന്നത്, പിന്നീടാണ് പ്രൈവറ്റ് ആശുപത്രിക്ക് എത്തുന്നത്. നിങ്ങൾ ആദ്യം ഫേവർ ചെയ്യേണ്ട പ്രൈവറ്റ് ആശുപത്രികളാണ്. കാരണം ഗവൺമെന്റ് ഒരു ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജോ ഒരിക്കലും കൂട്ടിപ്പോകാൻ പോകുന്നില്ല. പക്ഷെ പ്രൈവറ്റ് ആശുപത്രികൾ നല്ല സാധ്യതകൾ നമ്മൾ കണ്ടിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആശുപത്രി പലതും കൂട്ടിപ്പോകുന്നത്. 2-3 മെഡിക്കൽ കോളേജ് കൂട്ടിപ്പോയ സ്ഥിതിയുണ്ട് കേരളത്തിൽ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ല. അവർക്കൊക്കെ ഒരുപാട് ഫണ്ട് ഉണ്ട്. അത് വളരെ തെറ്റായ ധാരണയാണ്. ഒരു വലിയൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഹോസ്പിറ്റൽസും ഇൻഡിവിജ്വലി റണ്ണാണ്, ഒന്നെങ്കിൽ ഫാമിലി റണ്ണാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു എമൗണ്ട് താങ്ങാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ അടുത്ത സ്റ്റാൻസ് എന്തായാലും ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ഫേവർ ചെയ്യണം. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പിന്മാറിക്കൊണ്ട് ക്യാസ്റ്റ് നിർത്തി വെച്ചിട്ട് കാണാം നമുക്ക് എന്ത് ഇതിലേക്ക് പോകുന്ന. അതിന് ഗവൺമെന്റ് തയ്യാറാണോ? എല്ലാ ഹോസ്പിറ്റൽസും ക്യാസ്റ്റ് നിർത്തി വെച്ചിട്ട് എന്ത് ഇത് പ്രതിസന്ധിക്ക് പോകുന്നു കാണാൻ അവർ തയ്യാറാണോ? അതെ, തീർച്ചയായിട്ടും. ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, താങ്കൾക്ക് ഇതിൽ ഈ കാര്യത്തിൽ ഇനി നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാന കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലയിടങ്ങളിൽ അവശ്യ സേവനങ്ങളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫണ്ട് മറ്റൊന്നിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രായോഗികമല്ലാത്ത തരത്തിലേക്ക് ഇതിൽ പഠനം നടത്താതെ ഈ സ്കീം മാറ്റം വരുത്തിയതാണ് ഇതിൽ ഏറ്റവും വലിയ കാരണം. ആയുഷ്മാൻ ഭാരതിൽ BPL ഫാമിലി മാത്രമേ ഉള്ളൂ. കേരളത്തിലെ BPL ഫാമിലിക്ക് മാത്രമാണ് ചികിത്സ കൊടുക്കുന്നത് എങ്കിൽ ഇത് വളരെ ഭംഗിയായി നടപ്പാക്കാൻ. പക്ഷെ കേരളം ചെയ്തത്, കേരളത്തിൽ മറ്റ് എല്ലാ സ്കീമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ മേഖലയിലെ ആളുകൾ, അതുപോലെ തന്നെ മറ്റു മേഖലയിലെ ആളുകളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 24 ലക്ഷം കുടുംബങ്ങൾ മാത്രമാണ് BPL ഫാമിലി ഉള്ളത്. ഇത് 44 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിലെ ബെനിഫിഷ്യറി ആയി വരുന്നുണ്ട്. ഈ 20 ലക്ഷം കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഈ കെയർ പദ്ധതിയായി മാറിയപ്പോഴാണ് ഇതിൽ വലിയ പ്രായോഗികത നഷ്ടപ്പെട്ടത്. അത് മാറ്റം വരുത്താൻ സർക്കാർ അല്ലെങ്കിൽ ഈ പദ്ധതികൾക്കുള്ള വിഹിതം കൂടെ സർക്കാർ ഇതിലേക്ക് മാറ്റിവെക്കണം. പിന്നെ തന്നെയുമല്ല, ഇത് നിങ്ങളൊന്ന് നോക്കൂ, സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കൽ എത്ര കാലമായി തുടങ്ങിയിട്ട്. പക്ഷെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നൽകിയ രോഗികൾക്ക് കൂടി ഈ കാർഡുള്ള രോഗികൾക്ക് കൂടിയുള്ള കുടിശ്ശികകൾ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളുടെ ചർച്ചയിൽ ഒക്ടോബർ 1 മുതൽ നിർത്തലാക്കും പറഞ്ഞ സമയത്ത് 104 കോടി രൂപ അനുവദിച്ചു. ഈ 104 കോടി രൂപയിൽ അവർ ചെയ്തത് ഏകദേശം 78ഓളം ലക്ഷം കോടി രൂപ. ഇപ്പോൾ ശ്രീ KPM മജീദ് എം.എൽ.എ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KPM മജീദ്, ഇത്തരത്തിൽ കാരുണ്യ പദ്ധതി നിർത്തലാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ഭാഗമാകുന്നില്ല, ഇനി ഞങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ പറയുമ്പോൾ രോഗികളുടെ അവസ്ഥ എന്താകും? നമ്മളുടെ കാരുണ്യ പദ്ധതിയെ സംബന്ധിച്ച് ഇതിന്റെ മുമ്പും പ്രശ്നം വന്നാണ്. കാരണം വെച്ചാൽ ഭീമമായ കുടിശ്ശിക ഓരോ ആസ്പത്രികൾക്കും വരികയാണ്. ആസ്പത്രികൾക്ക് അത്ര വലിയ കുടിശ്ശിക താങ്ങാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മലപ്പുറം ജില്ലാ സഹകരണ ആസ്പത്രിക്ക് 2 കോടി രൂപയുടെ കുടിശ്ശികയാണ്. കാരണം ഈ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുകയും ആസ്പത്രി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ എത്ര വലിയൊരു സംഖ്യ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലിലും ഇപ്പോ ഇതിനു വേണ്ടിയുള്ള ചികിത്സ നടക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. ചില സ്ഥലത്ത് കൊടുക്കുന്നവർ നേരത്തെ അവരോട് പൈസ വാങ്ങും,
നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന ധാരണയിൽ ചില സ്ഥലങ്ങളിൽ കൊടുക്കരുത് എന്ന് അന്വേഷിച്ച് ഇപ്പൊ അതിന്റെ എല്ലാ പുറത്തും നിർത്തിയവരെയാണ്. ഗവൺമെന്റ് അടിയന്തരമായി പണം കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ഗുണം ജനങ്ങൾക്ക് കിട്ടില്ല, രോഗികൾക്ക് കിട്ടില്ല, വലിയ പ്രയാസത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് ഗവൺമെന്റ് നിർത്തണമില്ല, തുടരുന്നില്ല എന്ന നിലയിലാണ്. ഗവൺമെന്റ് അടിയന്തരമായി പണം കണ്ടെത്തിയില്ലെങ്കിൽ ഈ പദ്ധതി ഭീമമായ ഒരു സ്ഥിതിയിലേക്ക് വരികയായിരിക്കും, വലിയ അപകടത്തിലേക്ക് വരികയാണ്, ജനങ്ങൾക്ക് വളരെ ദ്രോഹകരമായിരിക്കും. ശ്രീ കെ പി മജീദ്, ഇനി ചർച്ചകൾക്കൊന്നും ഒരു സാധ്യത ഇല്ലല്ലോ അല്ലേ? ഇവർ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്, അവരുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, ധരിപ്പിച്ചതാണ്. പക്ഷെ ഇനി എന്ത് ചെയ്യും ഈ പാവപ്പെട്ട രോഗികൾ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതാണ്. കാരണം വെച്ചാൽ MS മെഡിക്കൽ കോളേജിൽ ഒരു ബോർഡ് നോട്ടീസ് ഇട്ടു, ഇങ്ങനെ എടുക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച വന്നാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ധനവകുപ്പ് വളരെ കുറച്ച് സംഖ്യ മാത്രമാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നിയമസഭ വരികയാണ്. നിയമസഭയിൽ പ്രശ്നം വരുമ്പോൾ അവർ എന്താണ് ചെയ്യാന്നറിയില്ല. എന്തായാലും ഇത് നിർത്താൻ പറ്റുന്നതല്ലല്ലോ. നേരത്തെ KM മാണിയുടെ കാലത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു പദ്ധതിയാണ്. പിന്നെ അത് ഇൻഷുറൻസുമായി ക്ലബ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്യാഷ് പദ്ധതിയാണ്. പക്ഷെ ഇതില് ഈ ഗവൺമെന്റ് അടിയന്തരമായി പണം കണ്ടെത്തിയില്ലെങ്കിൽ ഇതിന്റെ ഗുണം ഒരു കാലത്തും രോഗികൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ്. അത് മാത്രമല്ല ആസ്പത്രികളൊക്കെ പറഞ്ഞെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഗികൾക്കൊക്കെ ഭയങ്കര സാമ്പത്തിക പ്രയാസം വരുന്നതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് കാര്യത്തിൽ പുനർചിന്തനം നടത്തി പണം കണ്ടെത്തിയാൽ മതിയാവും. ഈ കാര്യത്തിൽ ഗവൺമെന്റ് പിശുക്ക് കാണിക്കേണ്ട ഒരു കാര്യമില്ല, അത് കണ്ടെത്തിയേ മതിയാവും. ഈ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? കാരണം ഇപ്പം ആരോഗ്യ മേഖലയിലൊക്കെ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലേക്ക് എത്ര പണം പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു സർക്കാരല്ലേ? ആരോഗ്യ മേഖലയുടെ പൊതുവെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ശോചനീയ സ്ഥിതി. കാരണം വെച്ചാൽ മരുന്ന് പലയിടത്തും ഇല്ല, ഡോക്ടർമാരില്ല, വളരെ അപകടകരമായ സ്ഥിതിയാണ് ആരോഗ്യവകുപ്പിലുള്ളത്. ഗവൺമെന്റ് അതിന് വേണ്ടത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഏതായാലും ഈ നിയമസഭ വരട്ടെ, ഈ നിയമസഭയിൽ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചുള്ളത്. ഇവരിപ്പോ ഉടൻ തന്നെ ഇതിൽ നിന്ന് പിന്മാറും, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ താങ്കൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ ഇടപെടുക? അല്ല, ആസ്പത്രികൾ പ്രഖ്യാപിക്കാതെ തന്നെ ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. ചില ആളുകൾ പ്രഖ്യാപിച്ചു നിർത്തി, മറ്റുള്ളവരൊന്നും പ്രഖ്യാപിച്ച് തന്നെ ഇപ്പൊ രോഗികൾ എടുക്കുന്നില്ല. 150-ലധികം ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്നാണ് കണക്ക്. മിക്ക ആസ്പത്രിയും പിന്മാറിയിട്ടുണ്ട്. ചിലർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചിലർ പ്രഖ്യാപിക്കാതെ പിന്മാറുന്നു. ചില രോഗികളായിട്ട് മുൻകൂർ പണം വാങ്ങിയിട്ട് കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ള ധാരണ നടത്തുന്നു. അങ്ങനെ പല രീതി നടക്കുന്നുണ്ട് ഇപ്പൊ. താങ്കൾ എങ്ങനെയാണ് ഇതിൽ ഇടപെടുക? ഇത് നിയമസഭയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നോട്ടീസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ നിയമസഭ 25-ാം തീയതി ആരംഭിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതേ അടിസ്ഥാനത്തിൽ നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റുമായി സംബന്ധിച്ച് പരമാവധി ഫണ്ട് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയല്ല, മറ്റൊരു വഴി ഇതിന്റെ മുമ്പിലില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പി മജീദ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ ഹുസൈൻ കോയ തങ്ങളാണ്. ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, ഇപ്പോൾ ശ്രീ കെ പി മജീദ് പറഞ്ഞതുപോലെ ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരിക, ഒരു ചർച്ച നടത്തുക, അതിനൊക്കെയുള്ളൊരു താമസം അവർക്ക് സമയം കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 1 മുതൽ ഈ പദ്ധതിയിൽ വിട്ടു നിൽക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച അതിനടിസ്ഥാനത്തില് പിന്നെ അതിന്റെ മുമ്പ് 4 ദിവസം മുമ്പാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ചയിലുണ്ടാക്കിയ ധാരണ 2 മാസത്തിനുള്ളിൽ കുടിശ്ശിക കംപ്ലീറ്റ് തന്നു തീർക്കാമെന്നാണ്. അതേപോലെ തന്നെ 104 കോടി രൂപ അന്ന് പാസ്സാക്കി എന്ന് പറയുന്നു. ആ 104 കോടി രൂപ അവർ ചെയ്തത് 78 ലക്ഷം കോടി രൂപയോളം ഗവൺമെന്റ് ആശുപത്രികളിലെ പാർട്ടീസിന് കൊടുക്കാൻ എമൗണ്ടുകൾ കൊടുക്കുകയാണ് അവർ ചെയ്തത്. അതിൽ നിന്ന് വളരെ തുച്ഛം എമൗണ്ടുകൾ മാത്രം. ഇത് ഞങ്ങളൊരു കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അത് ശരിയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ രോഗികൾക്ക് ചികിത്സ കൊടുക്കേണ്ട എന്നൊന്നും ഞങ്ങൾക്ക് ഒരു വാശിയുമില്ല. ഞങ്ങളുടെ സ്ഥാപനം അടച്ചുപൂട്ടി എങ്ങനെ ഞങ്ങൾ ഇത് കൊണ്ടുപോകും? അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഡോക്ടർ അമിത് ഫസിൽ പറഞ്ഞതുപോലെ ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഗവൺമെന്റ് ഈ പെൻഡിങ് ആയി അതാണ് ഒരു ചർച്ചയ്ക്ക് ഇനി സമയമുണ്ട്, അല്ലെങ്കിൽ അതിലൊരു കാര്യമുണ്ട് എന്ന് തങ്ങൾ വിചാരിക്കുന്നില്ല എന്നാണ് ശ്രീ ഹുസൈൻ കോയ തങ്ങൾ പറയുന്നത്. ശ്രീ നിയാസ് മുഹമ്മദിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ശ്രീ നിയാസ് മുഹമ്മദ്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയധികം ഫണ്ട് കിട്ടാനുണ്ട്. ഇപ്പോൾ രോഗികൾക്ക് ഏത് രീതിയിലുള്ള സേവനമാണ് ഈ കാരുണ്യയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ശ്രീനിവാസ് മോഹൻ, ഞാൻ ചോദിച്ചത്, ഇപ്പോഴും നിങ്ങൾ പ്രതിസന്ധിയിൽ തന്നെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ രോഗികളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന രോഗികളെ? ഈ പദ്ധതി പ്രകാരം ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ ഞങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രയാസം
സഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ രോഗികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ അവസ്ഥയ്ക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരു പെൻഡൻസി കാരണം ആശുപത്രി സ്റ്റാഫുകൾ ഈഗൽ നോട്ടീസ് വരെ ശമ്പള കുടിശ്ശികയ്ക്ക് ഈഗൽ നോട്ടീസ് വരെ ആശുപത്രി മാനേജറിന് കൈപ്പറ്റ സാഹചര്യമായി. അത്രയും ഗതികേട് വന്നുപോയി. നമുക്ക് ഈ ഫണ്ടിന്റെ പെൻഡൻസി കാരണം സ്റ്റാഫ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, അതേപോലെ സപ്ലൈസിന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് മെഡിസിൻ ഇംപ്ലാന്റ്സ് കുറെ ഇതൊന്നും നമുക്ക് എല്ലാം പെൻഡിങ് ആവുകയാണ്. എന്താ പറയാ, ഇത് കാരണം ഈ ശമ്പള കുടിശ്ശിക കാരണം ലീഗൽ നോട്ടീസ് സ്റ്റാഫ് 1 മാസം 2 മാസം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത കാരണം ലീഗൽ നോട്ടീസ് വരെ കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ ഗതികളെ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ തങ്ങൾ സാറും അമീർ ഫസൽ സാറൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഇനിയിപ്പോ ചർച്ച, കാരണം ഞങ്ങള് നിരന്തരം KPHയുടെ ഇപ്പൊ പ്രത്യേകിച്ചും തങ്ങൾ സാറൊക്കെ ഒരു 3-4 മാസമായിട്ട് ഇതിന് പുറകെ തന്നെ ഉണ്ട്. അവർക്ക് ട്രിവാൻഡ്രം പോന്നിട്ട് മിനിസ്റ്റേഴ്സിനെ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ നിർത്തിപ്പോയിക്കോ എന്നുള്ള രീതിയിലാണ്. നമുക്കിനി ചർച്ച എന്നുള്ളത് ഞങ്ങൾ നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം സാധാരണക്കാർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിക്കുമ്പോൾ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. അല്ലെങ്കിൽ അമിത് സാർ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50% എമൗണ്ട് എങ്കിലും എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. അതും ചെയ്യുന്നില്ല. അപ്പൊ നിർത്താതെ ഞങ്ങൾക്ക് വേറെ യാതൊരു ഓപ്ഷൻ ഇപ്പൊ ഞങ്ങളെ മുന്നിലില്ല ഇപ്പൊ സാഹചര്യത്തിൽ. വ്യക്തമാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് വാക്കുകളിൽ നിന്ന്. ഇത്തരത്തിലൊരു സേവനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വ്യക്തമാണ്. ശ്രീനിവാസ് പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നു. ഡോക്ടർ ഹമീദ് ഫസൽ, നേരത്തെ ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികളിൽ പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ ഒരൊറ്റ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അനുഭവിക്കും. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എടുത്താലും ഇപ്പൊ നമ്മുടെ പല പേഷ്യൻസും നമ്മൾ ക്യാഷ് നിർത്താൻ പോയപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു പണം അടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്ന് വെച്ചിട്ട്. ഞാൻ സർജറിക്ക് ഡേറ്റ് കൊടുത്ത പേഷ്യൻസ് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനത്തെ കാറ്റഗറി പേഷ്യൻസും ഉണ്ട്. പണം അടയ്ക്കാൻ തയ്യാറാണ്, അവര് പണം ഉണ്ട് എന്നുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒന്ന് പരിശോധിക്കുന്ന ആവശ്യമുണ്ട്. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലെങ്കിൽ ആദ്യം അറിയേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗവൺമെന്റ് ഫണ്ട് അലോക്കേഷൻ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ഹെൽത്ത് സെക്ടറാണ്. നിങ്ങളിപ്പോ ടൂറിസം എന്ന് പറഞ്ഞ ഒരുപാട് നിങ്ങളിപ്പോ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം ഹെലികോപ്റ്റർ ടൂറിസം എന്തൊക്കെയോ പറഞ്ഞ ഫണ്ടൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒമൈക്രോൺ ഒരു വേവ്, ഇപ്പൊ കോവിഡ് വേവ് ഇപ്പൊ അടുത്ത് വന്നു പറഞ്ഞിട്ട് എത്രയോ ടൂറിസ്റ്റ് പിന്മാറി കേരളത്തിൽ വരുന്നതിന് പകരം. അപ്പൊ ഈ ഒരു രണ്ടാമതൊരു കോവിഡ് വേവ് വന്നിട്ടുണ്ടെങ്കിൽ ആര് സഹായിക്കും? കേരള ഗവൺമെന്റ്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിനും കേരള ഗവൺമെന്റ് സഹായിച്ച പ്രൈവറ്റ് ആശുപത്രികളാണ്. ആശുപത്രികളെല്ലാം ഇതിന്ന് പിന്മാറി നിന്ന് കഴിഞ്ഞാൽ കോവിഡിന് ഒരു വേവ് വന്നാൽ ഇവര് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യും. ഇവര് പേഷ്യന്റ് എന്ത് ഗ്യാരണ്ടിയിൽ അഡ്മിറ്റ് ചെയ്യും? അപ്പൊ എവിടെ ടൂറിസം? അപ്പൊ എവിടെ ഫണ്ട് വരും? അപ്പൊ ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയെ തന്നെ ഏറ്റവും നല്ല നിലനിർത്തുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ പക്ഷെ നിങ്ങൾ ഗോൾഡ് മെഡൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നിങ്ങൾ കൊണ്ട് എറിഞ്ഞിട്ട് നിങ്ങൾ വേറെ ബ്രോൺസ് മെഡലിന്റെ ബാക്കിൽ ഓടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം. അപ്പൊ ഫണ്ട് അലോക്കേഷൻ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല 50% എമൗണ്ട് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ തന്നെ ഞാൻ എഴുതി വെച്ചിടാം പല ഹോസ്പിറ്റൽസ് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ്. വെച്ചാൽ അവർ മനസ്സിലാക്കുന്നുണ്ട് നല്ലൊരു പദ്ധതിയാണ്, ഇത് മുന്നോട്ട് നീങ്ങണം. പിന്നെ അതിൽ ഹോസ്പിറ്റൽസിനെ കൂടെ ഇരുന്നാൽ മതി, ഇത് എങ്ങനെ എത്ര ആൾക്കാരെ ചേർക്കണം എന്നുള്ള ഇതിൽ വളരെ ക്ലിയർ സ്റ്റാറ്റിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് KPHലായിരിക്കും. കാര്യം അവരാണ് എല്ലാ ജില്ലയിലും എല്ലാ ചെറിയ ലെവലിൽ വരെ പേഷ്യൻസ് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പറയാൻ പറ്റും ഇത്ര ആൾക്കാരെ ഈ ലെവലിൽ കട്ട് ഓഫ് വെക്കാൻ പറ്റും, നിങ്ങൾക്ക് ചേർക്കണം എന്നുള്ള. ഈ രീതിയിൽ ഒരു ഡിസ്കഷനും നേരത്തെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് MES തന്നെ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് അവസാനത്തെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ നേരിട്ട് കണ്ടിട്ട് നമ്മളൊരു എന്തായാലും കത്ത് കൊടുക്കാൻ പോകണം. കാര്യം MES ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചുമ്മാ പിന്മാറാൻ പറ്റില്ല. അന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് നമ്മൾ ഇടാനുള്ള കാരണം മജീദ് MLA പറഞ്ഞ പോലെ ഇടാനുള്ള കാരണം ഇത് ഗവൺമെന്റ് ഒരു വാർണിംഗ് ആയിട്ട് കൊടുത്തതാണ്. ഇത് ഈ പോക്ക് ശരിയില്ല, നിങ്ങൾ ഇത് പരിശോധിച്ചേ പറ്റുള്ളൂ. നമ്മൾ പല ഹോസ്പിറ്റൽസ് കേട്ട കാര്യം നമ്മൾ നോട്ടീസ് ആയിട്ട് ഇട്ടു. അത് പല രീതിയിൽ പിന്നീട് ഭീഷണിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരെ നമ്മളെതിരെ വന്നിട്ടുണ്ട്. പിന്നെ ഈവൻ ലെറ്റർ വരെ വന്നത് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിലാണ്. ദിസ് ഇസ് പ്യൂർലി നമ്മളെ സംബന്ധിച്ചോളം ഇത് ഗവൺമെന്റ് ഒരു പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ഏത് നിമിഷവും അവസാനിക്കാനുള്ള അധികാരം ഇപ്പുറത്തെ പാർട്ട്ണറിന് ഉണ്ട്, അത് ലീഗൽ റൈറ്റ്സിലുണ്ട്. അപ്പൊ നമ്മളിത് അവസാനിക്കാൻ ഇപ്പം എന്താ എനിക്ക് തോന്നുന്നു ഈ നിലപാടാണെങ്കിൽ ജാനുവരിയോടെ ഇത് കംപ്ലീറ്റ് അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജാനുവരി അവസാനത്തോടെ. ഫെബ്രുവരി നിങ്ങൾ ഒരുപാട് പേഷ്യൻസിന് ബുദ്ധിമുട്ട് കാണും. റംസാൻ ടൈമിൽ ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരുന്നതുമാണ്. ചില സമയത്ത് ഗൾഫിൽ നിന്നൊക്കെ ഇനി ലീവ് എടുത്ത് വന്നിട്ട് ഇവിടെ ചെയ്യുന്ന ആൾക്കാർ വരെ ഇരുന്ന സമയമാണ്. അപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ചോളം വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം മുന്നോട്ട് വരാൻ പോകുന്ന സമയമാണ്.
വാക്കുകളാണ് താങ്കളുടേതടക്കം നമ്മുടെ അതിഥികളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ ഹമീദ് ഫസൽ, ശ്രീ ഹുസൈൻ കോയത്തങ്ങൾ, ഒപ്പം ശ്രീ നിയാസ് മുഹമ്മദ് എന്നിവരോട്. CV അനുമോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.